ഹായ് ഫ്രണ്ട്സ്, എങ്ങനെയാണ് വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് നല്ല ടേസ്റ്റിയായ അൽഫഹാം ചിക്കൻ ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതിനു മുന്നേ ഞാനൊരു തന്തൂരി ചിക്കൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, എല്ലാവരും കാണണം. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തായി ഒരു ബെല്ലൈക്കൺ കാണാം, അതുകൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഞാനിവിടെ ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാൽ മാത്രമേ ഈ മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കുകയുള്ളൂ. ഫസ്റ്റ് മാരിനേഷൻ ചെയ്യാം. അതിനായി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇപ്പോൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തില്ലെങ്കിലും രണ്ടാമത്തെ മാരിനേഷനിൽ നോക്കിയിട്ട് വീണ്ടും ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ലെമണിൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ തൈരാണ്. നല്ല കട്ട തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ചേർത്ത് ചിക്കനിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തേച്ച് കൊടുക്കാം. ഇതിനെ 10 മിനിറ്റ് മാറ്റി വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് സെക്കൻഡ് മാരിനേഷൻ ഉള്ളത് റെഡിയാക്കാം. അതിനായി ഞാനിവിടെ 8 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ടീസ്പൂൺ വലിയ ജീരകം, 2 ടീസ്പൂൺ വീതം മല്ലി, ഏലക്കായ 3 എണ്ണം, 2 കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ കുരുമുളക്. ഇവയെല്ലാം ചേർത്ത് ചെറിയ തീയിൽ വെച്ച് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് ചൂടായാൽ മാത്രം മതി, കൂടുതൽ നേരം റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. അതിനായി ഞാനിവിടെ 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, 1 പിടി മല്ലിയില, 1 തക്കാളിയുടെ പകുതി, 1 സവാളയുടെ പകുതി, ഇത്രയും സാധനങ്ങൾ ഈ മിക്സിയിലേക്കിട്ട് ഒന്നുകൂടെ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഞാനെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കനിലേക്കിട്ട് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തേച്ച് കൊടുക്കണം. ഇതിനെ ഇനി 4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ മാറ്റി വെക്കാം. ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അടച്ചു വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. 6 മണിക്കൂറിന് ശേഷം ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നേരത്തെ സെക്കൻഡ് മാരിനേഷൻ ചെയ്യുന്ന സമയത്ത് ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി, അപ്പോൾ ഞാൻ ചേർത്തില്ല, അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർക്കുന്നത്. ഇതെല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തതിന് ശേഷം വയർ റാക്കിലേക്ക് മാറ്റാം. എന്നിട്ട് 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 40 മിനിറ്റ് വരെ ഗ്രിൽ ചെയ്തെടുക്കാം. ആദ്യം നടുവിലത്തെ റാക്കിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. മുകളിലത്തെയും താഴത്തെയും കോയിൽ ഓണാക്കിയിട്ടുണ്ട്. 30 മിനിറ്റിന് ശേഷം മുകളിലത്തെ റാക്കിലേക്ക് മാറ്റണം. എന്നിട്ട് മുകളിലുള്ള കോയിൽ മാത്രം ഓണാക്കിയിട്ട് 10 മിനിറ്റ് കൂടി വേവിക്കാം. ഈ സെയിം റെസിപ്പി തന്നെ ഫ്രൈ പാനിലും ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ കനലിൽ ചുട്ടെടുക്കുന്നത് നല്ല ടേസ്റ്റാണ്. എനിക്ക് അങ്ങനെ ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓവനിൽ ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.